ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ചാറ്റാച്ചാൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ക്രീമി വെജിറ്റേറിയൻ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോയ ടിക്ക മസാല. വളരെ ഈസി ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, വേഗൻ റെസിപ്പിയാണ്. ഇത് നമുക്ക് നാന്, റൈസ്, പറാട്ട, ചപ്പാത്തി അങ്ങനെ എന്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു വെജിറ്റേറിയൻ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇതിനായിട്ട് വേണ്ട നമ്മൾ സോയാബീൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ച്, ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് അതിൻ്റെ അകത്തേക്ക് വേണ്ട സോയാബീൻ ഇട്ട് വേവിച്ച് ആ ഒരു സോയാബീൻ സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വേവിക്കുക. എന്നിട്ട് അത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് എണ്ണ, പിന്നെ 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ മേഥി ലീവ്സ്, ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, കട്ട തൈരാണ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച് സോയാബീൻ നന്നായിട്ട് സ്ക്വീസ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി ആ മാരിനേഷൻ നന്നായിട്ട് എല്ലാ സോയാബീനിലും മിക്സാക്കി എടുക്കുക. ഇതൊരു ഹാഫ് ആൻ അവർ അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം ഒരു പാത്രത്തിൽ ചൂടാക്കി അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ സോയാബീൻ മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂറോളം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച സോയാബീൻ ഇതിൻ്റെ അകത്ത് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സോയാബീനൊക്കെ അത്യാവശ്യം നല്ല ഡ്രൈ ആയതിന് ശേഷം ആ വെള്ളമയമൊക്കെ നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം കുറച്ച് ക്യൂബ്സ് ഷേപ്പിൽ കട്ട് ചെയ്ത ക്യാപ്സിക്കവും ഉള്ളിയും കൂടെ ഇതിൻ്റെ അകത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. ആ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം, അതുവരെ സോട്ട് ചെയ്യുക. സോട്ട് ചെയ്ത് ഉള്ളിയൊക്കെ അത്യാവശ്യം വാടിയെങ്കിൽ നമുക്കിത് മാറ്റി ഒരു ബൗളിൽ മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് ഒരു പാത്രം ചൂടാക്കി അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് ജീരകവും പട്ട, ഗ്രാമ്പു ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ചോപ്ഡ് ഓണിയൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 മുളക് ചോപ്പ് ചെയ്ത് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യാം. ഇതൊന്ന് സോട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഒരു ജാറിൽ ഒരു തക്കാളി ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ഒരു 4-5 കശുവണ്ടിയും കൂടെ ഇട്ട് ഒന്ന് പ്യൂരിയാക്കി മാറ്റി വെക്കുക. ഇനി നമ്മളുടെ ആ ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് സോട്ട് ചെയ്യുക. എന്നിട്ട് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേവിക്കാം. അപ്പം നമ്മളുടെ കറി ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് തക്കാളി ഇതിൻ്റെ അകത്ത് കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്ത് തക്കാളിയും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് എടുക്കാം. ഈ മസാലയൊക്കെ നന്നായിട്ട് കുക്കായി കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്നുള്ള എണ്ണ പുറത്ത് തെളിഞ്ഞു തുടങ്ങും. അപ്പം അങ്ങനെ എണ്ണ പുറത്ത് ഇറങ്ങി വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ എണ്ണ പുറത്ത് വന്നതിന് ശേഷം നമുക്ക് സോയാബീൻ, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന സോയാബീൻ ഇതിൻ്റെ അകത്തിട്ട് നന്നായി ആ മസാലയുടെ കൂടെ ചേർത്ത് കൊടുക്കുക. ആ മസാല ആ സോയാബീനിൽ നന്നായി കോട്ടായതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന തക്കാളിയും കാഷ്യൂനട്ടിൻ്റെ പ്യൂരി അത് പതുക്കെ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു പ്യൂരി ആക്ച്വലി ഈ കറിക്ക് നല്ലൊരു ക്രീമി ടെക്സ്ചർ കൊടുക്കും. നമ്മൾ സാധാരണ ഫ്രഷ് ക്രീം ഒന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് നമുക്കൊരു ക്രീമി ഡിഷ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് പറ്റിയ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു പ്യൂരി. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയ ചൂടുവെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് കുറച്ച് നേരം സ്ലോ കുക്ക് ചെയ്തെടുക്കണം. എന്നാലേ ഈ മസാലയൊക്കെ നമ്മളുടെ ആ സോയാബീനിലേക്ക് ഇറങ്ങി ആ സോയാബീൻ നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇനി ഈ സമയത്ത് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. അതുപോലെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി എരിവുള്ള മുളക് പൊടിയോ അല്ലെങ്കിൽ കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. കശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ചും കൂടെ കളറ് കിട്ടും. ഞാനിവിടെ 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കറിക്ക് ഒരുപാട് എരിവ് പൊതുവേ കാണാറില്ല. ഇനി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക.
അപ്പോൾ ആ ഒരു തളയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഇത് വേവിക്കണം. അടച്ച് വെച്ച് ഇത് ഇതുപോലെ ബോയിലായി വരുമ്പോഴത്തേക്കും ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മളുടെ കറി ഇത് ഓൾമോസ്റ്റ് റെഡിയാണ്. എനിക്ക് കുറച്ചും കൂടെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ് സോയ ടിക്ക മസാലയുടെ ഗ്രേവി ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഇതൊന്ന് വറ്റിച്ചെടുക്കുകയാണ്. അപ്പം ലാസ്റ്റായിട്ട് കുറച്ച് ചോപ്ഡ് കൊറിയാൻഡർ ലീവ്സ്, അതായത് മല്ലിയിലയും കൂടെ ഇതിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് വിതറിയിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ സോയ ടിക്ക മസാല ഇവിടെ റെഡിയാണ്. ഫ്രഷ് ക്രീമും അങ്ങനത്തെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യാതെ വളരെ ഹെൽത്തി റെസിപ്പിയാണിത്. ഇത് നിങ്ങൾക്ക് ചോറ്, നാന്, ചപ്പാത്തി, പരാഠ അങ്ങനെ എന്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഡയറ്റ് ഫ്രണ്ട്ലി, വെഗൻ ഫ്രണ്ട്ലി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ഇത് കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.